ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട സർവീസിലുള്ള അധ്യാപകരെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടറ്റ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും. എന്നാൽ ഒരുപാട് അധ്യാപകർ എഴുതാത്തവരുമുണ്ട്. എന്നാൽ എല്ലാവർക്കും വേണ്ടി അടുത്ത ഏപ്രിലിൻ്റെ അവസാനത്തിലോ മെയ് തുടക്കത്തിലോ ഒരു എക്സാം നടക്കുന്നതാണ്. കൃത്യമായിട്ട് ഇപ്പോഴും എന്നാണ് എക്സാം ഡേറ്റ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും അപ്ലൈ ചെയ്യാനുള്ള ദിവസങ്ങളായിട്ടുണ്ട്. 26 മുതൽ അടുത്ത മാസം 7-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടി മാത്രമാണ്. കേട്ടറ്റ് എഴുതാത്ത ഒരുപാട്, അല്ലെങ്കിൽ ഇനിയും കേട്ടറ്റ് എഴുതിയെടുക്കേണ്ട 10-25,000-ഓളം അധ്യാപകരുണ്ട്. അതുകൊണ്ട് അവരൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വിശദമായ നോട്ടിഫിക്കേഷൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേട്ടറ്റ് എക്സാം എഴുതിയ സമയത്ത് പലരും പല മിസ്റ്റേക്കുകളും വരുത്തിയിട്ടുണ്ട്. എക്സാം കഴിഞ്ഞിട്ട് സാറേ ഇങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മളുടെ നിർണായകമായ ഈ ഒരു പരീക്ഷ ഒരിക്കലും ഒരു അബദ്ധവും നമ്മൾ വരുത്തരുത്. പ്രത്യേകിച്ച് നമ്മൾ ടീച്ചർമാരാണ്. കുട്ടികൾ തെറ്റുവരുത്തും. നമ്മൾ ഒരിക്കലും തെറ്റുവരുത്താൻ ആദ്യമായി ശ്രദ്ധിച്ചാൽ നമുക്കത് നടക്കും. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 4 കാറ്റഗറിയിലുള്ളവർക്കാണ് എക്സാം നടക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാം. ലോവർ പ്രൈമറി ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കാറ്റഗറി 1, അതുപോലെ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി കാറ്റഗറി 2, ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി കാറ്റഗറി 3, ഭാഷാ അധ്യാപകർ അല്ലെ, അറബി, ഹിന്ദി, സംസ്കൃത്, ഉറുദു, ഈ 4 ലാംഗ്വേജുകൾ എഴുതുന്നവർക്ക്, അതുപോലെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അധ്യാപകർ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കായിക അധ്യാപകർക്കൊക്കെ വേണ്ടിയിട്ട് കാറ്റഗറി 4. അപ്പോൾ ഇതാണ് 4 ലെവലുള്ള കാറ്റഗറികൾ വരുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ നമുക്കറിയാം ഡേറ്റ് 26-ാം തീയതി മുതലാണ് ഡേറ്റ് വരുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ശരിയാക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 7-ാം തീയതി വരെയാണ് അതിൻ്റെ സമയം. നിങ്ങൾ ഒരു 1-ാം തീയതിക്ക് മുമ്പ് തന്നെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. അവസാന നിമിഷത്തേക്കും കാത്തു നിൽക്കേണ്ട. ആദ്യത്തെ ഫസ്റ്റ് ഡേയിലും ചെയ്യണമെന്നില്ല. പിന്നെ ഇതിൻ്റെ ഫൈനൽ പ്രിന്റ് എടുക്കാനുള്ള അവസാന തീയതി 13/3/2026. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാ ഡോക്യുമെൻസും പ്രിൻ്റഡ് ആയിട്ട് എടുത്തു വെക്കുക. ഒരു സോഫ്റ്റ് കോപ്പിയും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. പരീക്ഷാ തീയതി പ്രത്യേകം അറിയിക്കുന്നതാണ്. സാധാരണ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ പരീക്ഷാ തീയതി അതിലുണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമുക്കറിയാം, എക്സാമുകളൊക്കെ സ്കൂളുകളിൽ വരുന്നുണ്ട്, എലക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. അത് മാറാൻ സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. നല്ലൊരു കോച്ചിങ്ങോട് തന്നെ കൃത്യമായിട്ട് പഠനം നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇന്നും ഒരാൾ മെസ്സേജ് ചെയ്തു, ചെറിയ അല്ലെ 1-2 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യവും 3 മാർക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും ഇത് നേടിയെടുക്കാൻ പറ്റും. എജുബിൾസ് ലേണിംഗ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. കാറ്റഗറി 1, 2, 3, 4 എല്ലാ കാറ്റഗറിയിലുള്ള അധ്യാപകർക്ക് നമ്മുടെ അടുത്ത് കോച്ചിങ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നോക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഒരു ഉത്തരവ് പ്രകാരം 2025-26 അധ്യയന വർഷം വരെയും നിയമനം ലഭിച്ച അധ്യാപകർക്കും ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ ലഭിക്കേണ്ട അനധ്യാപക ജീവനക്കാർക്കും അതും ശ്രദ്ധിക്കുക. അവർക്കും അതാത് കാറ്റഗറിയിലുള്ള കേട്ടറ്റ് യോഗ്യത നേടുന്നതിന് അപേക്ഷ സമർപ്പിക്കാം. അധ്യാപകർക്കും അനധ്യാപകർക്ക് അവിടെയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ പേര്, ജനന തീയതി, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കാസ്റ്റ്, കാറ്റഗറി, ഭിന്നശേഷി സംവരണം എല്ലാവരും കൃത്യമായിട്ട് തെറ്റുകൂടാതെ അപ്ലൈ ചെയ്യണം. ഇത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഫോട്ടോയിൽ കൊടുക്കുമ്പോൾ സമയം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കുക. ഫോട്ടോയിൽ KPSC മറ്റു സീലുകൾ എന്നിവ രേഖപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഫോട്ടോ എടുത്ത തീയതി അതിലുണ്ടാവാറുണ്ടായിരുന്നു. ഇനി അത് ചെയ്യേണ്ട. ഇത് അതുകൊണ്ടാണ് പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, സെൽഫി പാടില്ല. പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ അപേക്ഷാർത്ഥികൾ ശ്രദ്ധിക്കുക. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അപ്ലൈ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്തുള്ള ഒരു കഫേയിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലൊക്കെ അപ്ലൈ ചെയ്യാൻ കൊടുത്താൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ സർവീസിലുള്ള അധ്യാപകർ പെൻ നമ്പർ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ അത് ലഭ്യമല്ലാത്തവർ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ നിർബന്ധമായിട്ടും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറഞ്ഞു. അതുപോലെ വെബ്സൈറ്റിൽ നിന്ന് നിർബന്ധമായിട്ട് ഒരു ഐഡൻറ്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് ആയതിൻ്റെ നമ്പർ രേഖപ്പെടുത്തണം. അപ്പം നിങ്ങൾ ID കാർഡ് കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സിലുള്ള അതേ ID കാർഡ് ആയിരിക്കും ഏറ്റവും നന്നാവുക. അതുപോലെ കാർഡിൻ്റെ അസൽ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർക്ക് പരിശോധനയ്ക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ ഏതാണോ, ഒരുപാട് ID ഉണ്ടാവും, ആ ID ഏതാണോ എന്നുള്ളത് നേരത്തെ സെലക്ട് ചെയ്യുക.
പിന്നെ അപ്പോൾ പരീക്ഷാ ഹാളിൽ നമ്മൾ ഒറിജിനൽ ID കാർഡ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ശരിയാണ്, നമ്മൾ അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. അതുപോലെ പരീക്ഷാ ഫീസ് ഓൺലൈനായിട്ട് അയക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ID എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുക. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്പർ, അതിൻ്റെ ID അല്ലേ, അതെല്ലാം നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി ഇവിടെ മറ്റുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റ് വിതരണങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ കേറ്ററ്റുമായി ബന്ധപ്പെട്ട് 4 കാറ്റഗറിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കാറ്റഗറി 1ൻ്റെ ആളുകൾ ശ്രദ്ധിക്കുക, ലോവർ പ്രൈമറി ക്ലാസ്സുകളായിരിക്കും. ലോവർ പ്രൈമറി ക്ലാസ്സുകൾ ഇവിടെ അപേക്ഷിക്കാനുള്ള കുറഞ്ഞ യോഗ്യതകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പല യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യത വായിച്ചു നോക്കുക. പിന്നെ അതിൽ നമ്മൾ എക്സാം ഫോക്കസ് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക കേട്ടോ. പലരും എത്ര ക്വസ്റ്റ്യൻസ് ആണ്, എത്ര ശരിയാവണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. 150 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇതിലുണ്ടാവുന്നത്. അതുപോലെ 2.5 മണിക്കൂറാണ് നിങ്ങൾ എക്സാം എഴുതാനുള്ളത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ 12:30 വരെ, അതുപോലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയാൽ 4:30 വരെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇവിടെ കാറ്റഗറി 1കാരാണെങ്കിൽ LP ലെവലിൽ പഠിപ്പിക്കുന്നവർ, നിങ്ങളുടെ എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത് 30 മാർക്ക് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ 30 മാർക്ക് കണക്ക്, ഗണിതം, 30 മാർക്ക് പരിസ്ഥിതി പഠനം. പിന്നെ 1ാം ഭാഷ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മീഡിയമായിട്ട് ഒരു ഭാഷ സെലക്ട് ചെയ്യാനുണ്ടാവും. പലരും മലയാളമായിരിക്കും, തമിഴ്, കന്നഡ ഉണ്ടാവും. അതുപോലെ ഭാഷ ഇംഗ്ലീഷ് ഓർ അറബി, ഭാഷ 2ൽ ഇംഗ്ലീഷോ അറബിയോ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ലോവർ പ്രൈമറി തലത്തിൽ അറബി അധ്യാപകരാവാൻ യോഗ്യതയുള്ളവരാണ് അറബി എഴുതുന്നത് കാറ്റഗറി 1ൽ കേട്ടോ. നെക്സ്റ്റ് ഇവിടെ ചോദ്യങ്ങളുടെ രീതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ്. 6 മുതൽ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പാർട്ട് 1ൽ അല്ലേ, ബോധന വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്, ചെറിയ കുട്ടികളുടേതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പാർട്ട് 2ൽ വരുന്നത് നമ്മൾ മീഡിയം, പാർട്ട് 2 നമ്മൾ 2 ലാംഗ്വേജ് വരുമല്ലോ. അപ്പോൾ പാർട്ട് 2ൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ മലയാളം, തമിഴ്, കന്നഡ ഇതിൽ ആ ഭാഷയുള്ള കഴിവും പ്രാവീണ്യവും മനസ്സിലാക്കാൻ പറ്റിയ ചോദ്യങ്ങളായിരിക്കും. അല്ലേ, പാരഗ്രാഫ് വായിക്കുക, കവിത വായിച്ച് മനസ്സിലാക്കാനും ഭാഷയുടെ ഓരോ അല്ലേ ഗ്രാമർ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ചോദിക്കും. അതുപോലെ പാർട്ട് 3ൽ 2ാം ഭാഷയായി തിരഞ്ഞെടുത്തതിൽ ഭാഷയെക്കുറിച്ചുള്ള അറിവ്, പ്രയോഗ പാഠം എന്നിവ അളക്കും. അപ്പോൾ സാഹിത്യകാരന്മാരൊക്കെ വരാറുണ്ട് കേട്ടോ, സാഹിത്യകാരന്മാരെ കുറിച്ച്, കൃതികളെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മലയാളം സിമ്പിളാണെന്ന് വിചാരിക്കരുത്. അത് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ സോഴ്സിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ കാറ്റഗറി 1കാർ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടില്ലേ? പിന്നെ ഇവിടെ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലെ SCERT സിലബസ് അനുസരിച്ച് ഓരോ മേഖലക്കും തുല്യമായി പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതുപോലെ ഇംഗ്ലീഷ്, അറബിക്ക് കണ്ടോ, എലമെന്റ് ഓഫ് ലാംഗ്വേജ് എബിലിറ്റീസ് അല്ലേ, എബിലിറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോംപ്രഹെൻഷൻ എല്ലാം ചോദിക്കും. ലാംഗ്വേജിൻ്റെ എലമെന്റ് ചോദിക്കും. അതുപോലെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, കോംപ്രഹെൻഷൻ്റെ എബിലിറ്റി ഒക്കെ മനസ്സിലാക്കുന്ന ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതാണ് കാറ്റഗറി 1കാർക്കുള്ള ചോദ്യങ്ങൾ. അടുത്തത് നമ്മൾ കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ UP ലെവലുള്ള അധ്യാപകരാണ്. അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അടിസ്ഥാന യോഗ്യതകൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. പല യോഗ്യതകൾ വരുന്നുണ്ട്. BEd കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യതമായ ഏതെങ്കിലും ബിരുദത്തോടൊപ്പം എലമെൻ്ററി എഡ്യൂക്കേഷനിൽ 2 വർഷം ഡിപ്ലോമ അല്ലെ TTC DLED ഒക്കെ പാസ്സായിരിക്കണം, അല്ല മറ്റുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി പരീക്ഷയുടെ മാതൃക MCQ ആണ്. ഇവിടെ നമ്മൾ കാറ്റഗറി 1ൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി 30 മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു 60 ചോദ്യങ്ങൾ. നേരത്തെ നമ്മൾ മാത്സ് EVS 60 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, 30. എന്നാൽ ഇവിടെ വരുന്നത് നിങ്ങൾ സയൻസ് സ്ട്രീം എടുക്കുന്നവരാണെങ്കിൽ സയൻസും മാത്സും കൂടിയിട്ട് 60 ചോദ്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്യാം, സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്ന് എന്ത് ചെയ്യാം, 60 ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് മറ്റ് അധ്യാപകർ, അതായത് സോഷ്യൽ സയൻസിൻ്റെ അധ്യാപകരുണ്ടാവും, സയൻസ് ഉണ്ടാവും, മാത്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഇംഗ്ലീഷ് എടുത്തവരുണ്ടാവും ഡിഗ്രി, അവർക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം, സോഷ്യലോ അല്ലെങ്കിൽ മറ്റുള്ളത് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് ചോയ്സ് ഉണ്ട്. പക്ഷേ 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ അത് മാത്സ്, സയൻസ്, അതല്ലെങ്കിൽ സോഷ്യൽ സയൻസ്.
പിന്നെ വരുന്ന 30 ചോദ്യങ്ങളാണ് ലാംഗ്വേജ് 1 ആയിട്ടുള്ള മലയാളം, അതുപോലെ തന്നെ ലാംഗ്വേജ് 2 മലയാളം എന്നല്ല, മലയാളം ഇംഗ്ലീഷോ സെലക്ട് ചെയ്യാം. അതുപോലെ ലാംഗ്വേജ് 2 മലയാളം ഇംഗ്ലീഷോ സെലക്ട് ചെയ്യാം. പിന്നെ മറ്റുള്ള നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തമിഴ് കന്നഡ ചെയ്യുന്നവർക്ക് ലാംഗ്വേജ് 1 അതും ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ലാംഗ്വേജ് 1 മലയാളം ലാംഗ്വേജ് 2 മലയാളം എടുക്കാൻ പാടില്ല. ലാംഗ്വേജ് 1 എടുത്തതല്ലാത്ത മറ്റൊരു ലാംഗ്വേജ് ആണ് എവിടെ നിന്ന് എടുക്കേണ്ടത്, ലാംഗ്വേജ് 2 എടുക്കേണ്ടത്. ക്ലിയർ അല്ലേ, മലയാളം ഇംഗ്ലീഷോ? നെക്സ്റ്റ് ചോദ്യങ്ങളുടെ നിലവാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് 11 മുതൽ 14 വയസ്സ് വരെ, നമുക്കറിയാലോ UP ലെവലിലുള്ള ക്ലാസ്സുകളാണ്. അവിടെ അവർക്കുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം, മനഃശാസ്ത്രം അതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. ഗണിതശാസ്ത്രം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം വിഷയങ്ങളെ ചോദ്യങ്ങൾ, ആ വിഷയങ്ങളുടെ ആശയം, പ്രശ്നപരിഹരണ പാഠവും ബോധന തലത്തിലുള്ള അറിവ് എന്നിവയെല്ലാം നോക്കിയിട്ടാണ് ഉണ്ടാവുന്നത്. പിന്നെ ലാംഗ്വേജ് പറയുന്നത് നമുക്ക് അല്ലേ, ആ ഭാഷയുടെ ബോധന മാധ്യമത്തിലെ നൈപുണ്യം, നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ല, അതിൻ്റെ നൈപുണ്യം അളക്കാനാണ്. പാർട്ട് 3 സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഭാഷയെക്കുറിച്ചുള്ള അറിവ്, പ്രയോഗ പാഠവും അളക്കുന്ന ചോദ്യങ്ങളായിരിക്കും. പിന്നെ പാർട്ട് 3 വരുന്നത് അല്ലേ, പാർട്ട് 3 ലാംഗ്വേജിൻ്റെ എലമെൻറ്റുകൾ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോംപ്രഹെൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിൻ്റെ കമ്മ്യൂണിക്കേഷനിലെ കഴിവൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ 5 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകൾ SCERT ആയിരിക്കും എവിടെ വരിക പ്രധാനമായിട്ട്. പക്ഷേ ഡെപ്ത് ചിലപ്പോൾ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി തലം വരെ പോകാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ എത്ര പഠിപ്പിച്ചാലും ചിലപ്പോൾ സിലബസിന് അപ്പുറമുള്ള ചോദ്യം, സിലബസിന് അപ്പുറമല്ല, അങ്ങനെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് കാറ്റഗറി 3 വരുന്നതാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളാണ് കേട്ടോ. ഹൈസ്കൂൾ ക്ലാസ്സുകളാണ്. ഇവിടെ ഹൈസ്കൂൾ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, അവർക്ക് ഒരുപാടുണ്ട്. മലയാളം വരുന്നുണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, തമിഴ്, കന്നഡ, അറബി, ഉറുദു, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഗണിതശാസ്ത്രം ഇവയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, കേട്ടറ്റ് കാറ്റഗറി 2, 3 പരീക്ഷകൾക്ക് ഡിഗ്രിക്ക് 45% എന്നത് എല്ലാ വിഷയങ്ങൾക്കും കൂടി കിട്ടിയ ആകെ മാർക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഘടന കൊടുത്തത് നമുക്ക് സൈക്കോളജി, പെഡഗോജിയും സൈക്കോളജിയും ഒക്കെ വരുന്നത് 40 മാർക്കിനാണ്. അഡോളസെൻ്റ് സൈക്കോളജിയാണ്, ചെറിയ കുട്ടികൾ എന്നല്ല. അപ്പോൾ അഡോളസെൻ്റ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിലായിരിക്കും അല്ലേ. 1, 2 2 ലാംഗ്വേജ് വരുന്നുണ്ട്, 4 എന്നാൽ ഇവിടെ ഇംഗ്ലീഷിലായിരിക്കും ലാംഗ്വേജ്. ഇംഗ്ലീഷ് എന്നല്ല, ഒറ്റ ലാംഗ്വേജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ അറബിയാണ് അറബി മാത്രം, ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് മാത്രം, ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ചോദ്യങ്ങളുടെ നിലവാരം അത് നമ്മൾ പറഞ്ഞു, 13 മുതൽ 17 വയസ്സ് വരെയുള്ള അഡോളസൻസ് അല്ലേ, അവരുമായി ബന്ധപ്പെട്ടതാണ് ഉണ്ടാവുക. മനഃശാസ്ത്രം അതുപോലെ ലാംഗ്വേജും ആ രീതിയിലുള്ളതാണ് നമ്മൾ അല്ലേ, ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2. പിന്നെ 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക കേട്ടോ. +2 വരെയുള്ള ചോദ്യങ്ങളാണ് ഉറപ്പായിട്ടും കൃത്യമായിട്ട് നമുക്കത് അനലൈസ് ചെയ്ത് പഠിക്കാം. കാറ്റഗറി 4 ശ്രദ്ധിക്കുക, ഇത് അറബി, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഉറുദു അധ്യാപകർക്ക് വേണ്ടിയാണ്. അവിടെ കായിക അധ്യാപകർക്കൊക്കെ അവർക്കൊക്കെ അപേക്ഷിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈക്കോളജി ആൻഡ് പെഡഗോജി 30 മാർക്കിനുണ്ട്. പിന്നെ മലയാളം ലാംഗ്വേജ് 40 മാർക്കിന് വരുന്നുണ്ട്, ഒന്നാമത്തെ മീഡിയം. അതുപോലെ വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ അതും എത്ര മാർക്കിന് വരുന്നുണ്ട്, അത് 80 മാർക്കിന്, ടോട്ടൽ 180. ഓക്കെ, ഇപ്പൊ ഇവര് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സൈക്കോളജി നമ്മുടെ കാറ്റഗറി 1, 2 എന്ന് വരുന്ന സൈക്കോളജി തന്നെയാണ് ഇവരുടെ സൈക്കോളജിയിൽ വരുന്നത്. പിന്നെ അവരുടെ അതിൽ ഉൾപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ SCERT സ്പെഷ്യൽ സബ്ജക്റ്റുകൾ SCERTയുടെ വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഓക്കെ, 1 മുതൽ 8 വരെയുള്ള സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമുക്കറിയാം 90 മാർക്കാണ് നമുക്ക് കിട്ടേണ്ടത്. SC ST OBC ഒക്കെയാണ് 82 മാർക്ക്, ഡിസാബിൾഡ് ആണ് 75 മാർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കണക്ട് ചെയ്യുക. നമ്മുടെ കാറ്റഗറി 1, 2, 3, 4ലേക്കുള്ള എല്ലാ കോച്ചിങ്ങും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ഉടൻ തന്നെ എഡ്യൂബിൾസ് ലേണിംഗുമായി കണക്ട് ചെയ്യുക. താങ്ക് യു.